ഹലോ അസ്സാം വലൈക്കും. ഇന്നൊരു ഡിന്നറായിട്ടും സ്നാക്സ് ആയിട്ടൊക്കെ നമുക്ക് ആക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത്. അതിനു വേണ്ടി ഞാൻ 2 കപ്പ് മൈദയാണ് എടുത്തത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് മതി. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നമുക്കതൊക്കെ മിക്സാക്കാം. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് തേയിലാണ് ചേർത്ത് കൊടുത്തത്. അതുപോലെ ഒരു മുട്ടയും ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു 1/4 കപ്പ് ഇളം ചൂട് പാലും ചേർത്ത് അതൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് കുഴച്ച് ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പിന്നെ ചിക്കനിലേക്ക് ഇതുപോലെ തൈരും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കസൂരി മേത്തി, ചില്ലി ഫ്ലെക്സ്, മുളക് പൊടി, ഗരം മസാലപ്പൊടി ഒക്കെ ചേർത്ത് കുറച്ച് ഒലിവ് ഓയിലും ചേർത്ത് നമുക്കതൊന്ന് കുറച്ച് വിനാഗിരിയും ചേർത്ത് കൊടുക്കുക. അതൊന്ന് മിക്സാക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അത് കുറച്ച് സമയം എല്ലാം കൂടി മിക്സാക്കി വെക്കുന്നുണ്ടെങ്കിൽ വെക്കുക, ഇല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ അതിന് വേണ്ടി ഒരു ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കുക. പിന്നെ അതിലേക്ക് ഒരു പിടി മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക, കുറച്ച് അണ്ടി ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവിനനുസരിച്ചിട്ട് മുളക് ചേർക്കാം. കുറച്ച് ഉപ്പും ചേർത്ത് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് അതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് ഇതുപോലെ നമുക്ക് അരച്ചെടുക്കാം. പിന്നെ ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടി ആക്കിയതാണ്. അത് നമുക്ക് എങ്ങനെ ചെയ്യുന്ന നോക്കാം. ഈ കുഴച്ച് വെച്ച മാവ് നല്ല സോഫ്റ്റായിട്ട് വരും. അത് നമുക്ക് ഡിന്നറിനാണെങ്കിൽ കുറച്ച് ഇങ്ങനെ ചപ്പാത്തിയുടെ വലുപ്പത്തിൽ ഓരോരിലെടുത്ത് നമുക്കതൊന്ന് പരത്തിയെടുക്കാം. നന്ന നൈസായി പരത്താൻ പാടില്ല, കുറച്ച് തിക്കായിട്ട് തന്നെ അത് പരത്തിയെടുക്കണം. പിന്നെ ഫില്ലിങ് നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് വെക്കാം. അത് ഇന്ന് തന്നെ വെക്കണമെന്നൊന്നുമില്ല. നിങ്ങളുടെ അടുത്ത് എന്താ ഇഷ്ടമുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്താ നമ്മളെ അടുത്തുള്ളതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതുപോലെ ചട്നിയും ചിക്കനും ഫ്രഞ്ച് ഫ്രൈസൊക്കെ വെച്ചിട്ടാണ് ചെയ്തത്. ഇതുപോലെ നമുക്കതൊന്ന് അമർത്തി കൊടുക്കാം. അത് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നമുക്ക് ഡിന്നറായിട്ട് കഴിക്കുന്നത് കൊണ്ടാണ് ഞാൻ അതുപോലെ വലുതായിട്ടാക്കിയത്. സ്നാക്സ് പോലെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെയും ചെയ്യാം. ഇതിപ്പോൾ എൻ്റെ അടുത്ത് ടിക്ക സോസാണ്, അത് വെച്ചാണ് ചെയ്യുന്നത്. അത് ഇതുപോലെ നമ്മൾ ഫില്ലിങ് നമ്മൾ ഇഷ്ടമുള്ളതുപോലെ നമുക്ക് എന്താ ഉള്ളതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതിതുപോലെ ചെയ്തെടുത്തതാണ്. ഇത് നമുക്ക് എണ്ണയിലൊന്നും പൊരിച്ചെടുക്കാതെ പാനിൽ തന്നെ ആക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് നല്ല ടേസ്റ്റിയായ റെസിപ്പിയാണ്. ഇതുപോലെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം. അത് നമുക്ക് പാനിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്ത് അതൊന്ന് നമുക്ക് ബട്ടർ ചേർത്ത് നമുക്കതൊന്ന് ഇതുപോലെ വെച്ചെടുക്കുക. ആദ്യം ഒരു 2 മിനിറ്റ് വെച്ച് അതൊന്ന് അടച്ച് പിന്നെ നമുക്കതൊന്ന് വീണ്ടും തിരിച്ചിട്ട് ഒരു 4 മിനിറ്റ് വരെ വെച്ച് വീണ്ടും അടച്ചു വെക്കുക. അങ്ങനെ തിരിച്ചും മറിച്ച് ഒരു 10 മിനിറ്റ് വരെ നമുക്ക് ഇതാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് നല്ലൊരു സ്നാക്സായിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.